ഒരു മാസം മുന്നേ കോഴിക്കോട് ഒരു കപ്പിള് ഇതേപോലെ ന്യൂസിൽ നിറഞ്ഞു നിന്നായിരുന്നു. അവർ 4 മാസം മുന്നേ വീട്ടിൽ പ്രസവം നടത്തി അവരുടെ ആദ്യത്തെ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അന്നതൊരു വലിയ ന്യൂസായിരുന്നു. അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച 5ാമത്തെ പ്രസവം വീട്ടിൽ നടത്തി ഒരു സ്ത്രീ മരിച്ചു. ഇപ്പോൾ ഇതെല്ലാം ന്യൂസിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതൊരു മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക് അല്ല, പക്ഷേ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് നമുക്കൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നിവ ജേക്കബ്, സൈക്കാട്രിസ്റ്റ് ആണ് ഞാൻ ആക്ച്വലി. പക്ഷേ ഞാൻ പഠിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. നമ്മളവിടെ ലേബർ റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോസ്റ്റിങ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പിനും നമ്മൾ 1 മാസത്തോളം അവിടെ തന്നെ പോസ്റ്റിംഗ് വരുന്നതാണ് നമ്മൾ ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിൽ. എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു ഗൈനക്കോളജി എടുക്കുക എന്നുള്ളത്. പക്ഷെ എന്തെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. നമ്മൾ ഒരു പ്രസവം അല്ലെങ്കിൽ ഒരു ഗർഭിണിയാകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു പ്രഗ്നൻസി ന്യൂസ് വരുന്നത് ഒരു വലിയ സന്തോഷത്തോടെയാണ് അല്ലേ. അപ്പോൾ ഒരു അസുഖമായിട്ടൊന്നും അല്ല ആൾക്കാർ അത് കാണുന്നത്. അപ്പോൾ അതൊരു നാച്ചുറലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ വരികയാണ്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ 2 ജീവനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആൾക്കാർ ഒരു സന്തോഷ വാർത്തയായിട്ട് കേട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കാത്തു നിൽക്കും പുറത്ത്. അവരിങ്ങനെ ചോദിക്കും എപ്പോഴും പേഷ്യൻ്റ് എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു മാഡം ഞങ്ങളോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി വരുന്ന ആരും റിസ്ക് ഇല്ലാതെ എല്ലാം ഓക്കെയാണ് എന്ന് നമ്മൾ പറയരുത്. കാര്യം ഏത് നിമിഷവും എന്ത് വേണേൽ സംഭവിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ് ഈ പ്രസവം എന്ന് പറയുന്നത്. ചിലപ്പോൾ അത്രയും നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നിരിക്കില്ല. ആ ഒരു സമയത്തായിരിക്കും കുഞ്ഞ് ചിലപ്പോൾ മഷിയിടുക, അല്ലെങ്കിൽ മറുവെള്ള താഴേക്ക് വരിക, എന്തെങ്കിലും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് കൂടി പോവുക. ഒരു പ്രശ്നവും ഇല്ലാതിരുന്നു, പ്രസവം കഴിഞ്ഞപ്പോഴേക്കും ബ്ലീഡിങ് നിൽക്കുന്നില്ല. അങ്ങനെ എന്ത് കോംപ്ലിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ. അതുകൊണ്ടാണ് അവർ ഭയങ്കര സ്ട്രെസ്ഡായിട്ട് നിൽക്കുന്നത്. ആൻഡ് ആ സമയത്ത് പീഡിയാട്രിഷ്യനെ വിളിച്ച് നിർത്തും. ജനിച്ച ഉടനെ കുഞ്ഞിനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വീട്ടിലാണ് നമ്മൾ പ്രസവം നടത്തുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ. ആൻഡ് ഒരു ഗർഭിണി എന്ന് പറയുമ്പോഴേക്കും ആ ഒരു 9 മാസം അതിനും മുന്നേ പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ടേ മരുന്നൊക്കെ എടുത്ത് നമ്മൾ വൈറ്റമിൻസൊക്കെ കറക്റ്റായിട്ട് കഴിച്ച് ഹെൽത്തൊക്കെ ഓക്കെ ആക്കി അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങുന്നത് തന്നെ. ഒരു പ്രസവം ഓക്കെ ആയി എന്ന് വിചാരിച്ച് എപ്പോഴും ഓക്കെ ആവണം എന്നില്ല. സോ ആദ്യത്തെ ആ ന്യൂസിൽ വന്നിട്ട് അവർ ആദ്യത്തെ പ്രസവം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവർ പറഞ്ഞു ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും സമയമില്ലായിരുന്നു, ഒന്ന് വേദന വന്നു അവളങ്ങ് പ്രസവിച്ചു എന്ന് പറഞ്ഞു. കാരണം ബ്ലീഡിങ് ഉണ്ടാകുന്ന അപ്പോഴല്ല, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ യൂട്രസ് റപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ ചുരുങ്ങാതിരിക്കാം, അല്ലെങ്കിൽ ഈ മറുപിള്ളയുടെ ഒരു ചെറിയ പാർട്ട് അകത്തുണ്ടെങ്കിൽ ബ്ലീഡിങ് നിൽക്കാതെ വരാം, കുഞ്ഞിന് ബ്ലഡ് കറക്റ്റായിട്ട് കിട്ടാതെ വരാം, ഒരു എന്താ പറയുക ബ്ലേഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് മുറിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. ആ സമയത്ത് ആ ബ്ലഡ് അങ്ങോട്ട് കുഞ്ഞിന് ആവശ്യത്തിന് കയറിയില്ല എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ ബ്ലഡ് ലെവൽസിനെ കൂടെ ബാധിക്കാം. നമുക്ക് നാച്ചുറലായിട്ടെല്ലാം വേണം എന്നാണ് എപ്പോഴും. എൻ്റെ അടുത്തും പേഷ്യൻസ് വരാറുണ്ട്, ഡോക്ടർ എൻ്റെ ആങ്സൈറ്റിക്ക് എനിക്ക് നാച്ചുറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം, എൻ്റെ സൈക്കോസിന് നാച്ചുറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, എന്ത് അസുഖത്തിനാണെങ്കിലും നാച്ചുറലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകും എന്നാണ് ആളുകൾ വിചാരിക്കുക. നമ്മൾ നമ്മൾ ഓരോ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫല്ലേ. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മാത്രമാണ് നമുക്ക് പണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നത്. സോ നമുക്ക് ബെറ്റർ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ അതേപോലെ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻസ് ചൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലവും കൂടെ നമ്മൾ എടുക്കണം. ഇപ്പോൾ നമ്മൾ പറയും ഹോസ്പിറ്റലിൽ പോയാൽ കുഞ്ഞുങ്ങൾ മരിക്കില്ലേ, അല്ലെങ്കിൽ പ്രസവത്തിനിടയ്ക്ക് മരണം സംഭവിക്കാം. സോ വീട്ടിൽ നടക്കുന്ന മരണങ്ങൾ അതിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു ബ്ലീഡിങ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് ആ ബ്ലഡ് അപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു സർജിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുഞ്ഞിൻ്റെ തല താഴെയാണെങ്കിൽ എടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ബ്രീച്ച് ഡെലിവറി ആണെങ്കിൽ, അതായത് ചന്തിഭാഗമാണ് പുറത്ത് വരുന്നതെങ്കിൽ അങ്ങനെ ഈസി ആയിട്ട് വരത്തില്ല. ഇനിയിപ്പോൾ കുഞ്ഞ് എടുക്കുമ്പോഴേക്കും ഇവിടെ എങ്ങാനും വലിഞ്ഞു കഴിഞ്ഞാൽ നെർവ്സ് സ്റ്റക്കായി കുഞ്ഞിന് പാരാലിസിസ് ഉണ്ടാവാം, സെറിബ്രൽ പാൾസി ഉണ്ടാവാം. ആ സമയത്ത് ഒരു ശ്വാസം കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. സോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് കോംപ്ലിക്കേഷനായിട്ട് സംഭവിക്കാം. ഈ നാച്ചുറൽ ആണെങ്കിലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. സോ നമ്മളിതെല്ലാം ബെറ്ററാക്കി അതിന് പറ്റുന്ന രീതിയിൽ പഠിച്ചവർ അത് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ബെറ്ററാണ്. സോ അതിൽ എന്നിട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചില സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴാണ് അവിടെ മരണവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. സോ ഇത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യം
കാര്യമാണെങ്കിൽ അങ്ങനെ ഒരു കൺസെൻറ്റ് ഫോം പറയേണ്ടതോ ഈ ഡോക്ടേഴ്സ് ഇത്ര സ്ട്രെസ് എടുക്കേണ്ടയോ കാര്യമില്ലല്ലോ. ചുമ്മാ നടന്നു പോകുന്ന പ്രൊസീജിയർ ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം എന്ന് പറയുമ്പോഴേക്കും ഈ പൂച്ചയൊക്കെ പ്രസവിക്കുന്നത് 10-25 ദിവസം കൊണ്ട് അത് കറക്റ്റായിട്ടാകും. അത് പ്രസവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-6 കുഞ്ഞുങ്ങളുണ്ടാകും. അതിലൊരു കുഞ്ഞ് നടക്കുന്നില്ല, കാല് വയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ തിന്ന് കളയും, അല്ലെങ്കിൽ കൊണ്ട് കളയും. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്ക് ഒറ്റ പ്രസവത്തിൽ 5-6 എണ്ണം ഉണ്ടാവുന്നില്ല ഏതെങ്കിലും ഒരെണ്ണത്തിനെ ചൂസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് 10-60 ദിവസത്തെ കാര്യമല്ല. ആൻഡ് നമുക്ക് വരുന്ന ചേഞ്ചസ് അങ്ങനെയല്ല. നമ്മളിങ്ങനെ 6 മാസം കൂടുമ്പോൾ പ്രസവിച്ചുകൊണ്ടിരിക്കുമല്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നോക്കണം അല്ലേ. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്നത് നമുക്ക് ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നാച്ചുറലായിട്ട് പ്രസവിക്കണം എന്ന് വിചാരിക്കുമ്പോൾ വെജൈനൽ ഡെലിവറി, സിസേറിയൻ എല്ലാവരും കെയർ ചെയ്യാൻ അഡ്വൈസ് ചെയ്തൊന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല. അത്രയും കോംപ്ലിക്കേഷൻ എടുക്കാൻ ഡോക്ടേഴ്സിന് പോലും താല്പര്യമില്ല. അപ്പോൾ സിസേറിയനൊക്കെ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ കത്തി കൊണ്ട് കീറും, ആവശ്യമില്ലാത്ത മരുന്നുകൾ തരും. അങ്ങനെയൊന്നുമല്ല. ഈ വേദന വരാൻ വേണ്ടി മരുന്ന് തരിക എന്നൊക്കെ പറയുന്നത് അത് വേദന വരാൻ വേണ്ടിയല്ല, വേദന തുടങ്ങിക്കഴിയുമ്പോൾ അത് പെട്ടെന്നാകാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് മരുന്ന് കൊടുക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലും കെമിക്കൽ നിങ്ങളുടെ ശരീരത്തോട്ട് കയറ്റി വിടുക അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ആൻഡ് പിന്നെ എന്താ പറയുക, ചില ആളുകൾ ഇത് ചൂസ് ചെയ്യുന്നതിന് കാരണം അവർക്ക് പണ്ട് ഹോസ്പിറ്റൽസിൽ വെച്ചിട്ട് വലിയ നല്ല അനുഭവങ്ങളായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ അവിടെ അവർക്ക് കുറച്ചുകൂടെ പ്രൈവസി വേണം എന്നുള്ളൊരു തോട്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാലിക്കറ്റിൽ അവർ പറഞ്ഞപ്പോൾ എന്തോ പറയുന്നുണ്ടായിരുന്നു, ആ കുട്ടി എന്തോ റോങ് ആയിട്ട് പണ്ട് ഡയഗ്നോസ് ചെയ്തു, അത് കാരണം വിശ്വാസം പോയി എന്ന രീതിയിലൊക്കെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റി എന്നതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലും ഒരു ഹെൽപ്പും വേണ്ട എന്ന് നമ്മൾ വിചാരിക്കുമോ? ഇപ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി എന്ന് വിചാരിച്ച് നമ്മൾ റോഡിൽ ഇറങ്ങാതിരിക്കുന്നില്ലല്ലോ. നമ്മൾ വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യുമല്ലേ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് പോകും. അതേപോലെ തന്നെ വാക്സിൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരും, അതും വലിയ തോതിൽ വരും. നമുക്ക് ഈ വാക്സിനൊക്കെ എടുത്ത് ഈ വൈറസസിനെയും ബാക്ടീരിയാസിനെയും ഒക്കെ ഇങ്ങനെ ഒന്ന് കുറച്ച് വെച്ചേക്കുക. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർക്കും അസുഖം ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും റീഎമേർജ് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ വാക്സിനേറ്റ് ചെയ്യാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ അസുഖങ്ങൾ വന്നാൽ വളരെ ഭീകരമായിട്ട് വരാം. ആൻഡ് അതുമാത്രമല്ല, ഈ അസുഖങ്ങളൊക്കെ വീണ്ടും പുറത്തോട്ട് വരും. ആൻഡ് ഇപ്പോൾ ഒരാൾക്ക് ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ഒരാളുടെ കയ്യിൽ നിന്ന് അസുഖം കിട്ടാൻ ചാൻസസ് ഉണ്ട്. സ്കൂളിലൊക്കെ ഇപ്പോൾ വാക്സിൻ എടുക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖം കാരണം എടുക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് അസുഖം കിട്ടി അവർക്ക് ഇത് വളരെ സീരിയസ് ആവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയൊക്കെയും ഈ വാക്സിനേഷൻ പോലത്തെ കാര്യങ്ങൾ, നമ്മളുടെ സയൻസ് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളെ ബെറ്ററാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോട് ഒരു ശത്രു എന്ന പോലെ പെരുമാറാതിരിക്കുക. ആൻഡ് അതിൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അതിനോട് കുറച്ചൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാക്കുക. നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ മരിച്ച് നഷ്ടപ്പെട്ടു പോകുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ലല്ലോ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഹോസ്പിറ്റൽസൊക്കെ ചൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാശ് കൂടുതലാണ് ചിലവാകുന്നതെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സെറ്റപ്പ് ഉണ്ട്, നല്ലതായിട്ടാണ് ഗവൺമെൻറ് അതിനൊക്കെ ചെയ്തേക്കുന്നത്. കുറേ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, അതും ഫ്രീ ഓഫ് കോസ്റ്റ്. പിന്നെ നിങ്ങളുടെ ഡോക്ടേഴ്സിനെ ചൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് മെയിൽ ഡോക്ടേഴ്സ് താല്പര്യം ഇല്ലെങ്കിൽ ഫീമെയിൽ ഡോക്ടേഴ്സിനെ എടുക്കുക. എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എടുക്കുക. നിങ്ങൾക്ക് സിസേറിയൻ താല്പര്യം ഇല്ലെങ്കിൽ അത് പറയുക. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം അത് സമ്മതിക്കുന്നുള്ളൂ എന്ന് പറയുക. നിങ്ങളുടെ ബോഡിയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ കളയുന്ന തരത്തിൽ നമുക്ക് വേറൊരു ബെറ്റർ ഓപ്ഷൻ ഉള്ളപ്പോൾ അതെടുക്കാതിരിക്കുന്നത് മോശം തന്നെയാണ്. നമുക്കിപ്പോൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ സേഫ് ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം വീട്ടിൽ പ്രസവം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോന്നൊക്കെ കണ്ടിട്ട്, പക്ഷെ അവിടെയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ട് അവർ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അതിന് ഇത്രയും വലിയ പബ്ലിസിറ്റി കിട്ടുന്നില്ല. ആൻഡ് ആൾക്കാരത് കാണാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഈ നാച്ചുറൽ ബർത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരുമല്ലോ. സോ അതൊന്നും വല്ലായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാതിരിക്കുക. അതിന് തമാശയുടെ പേരിൽ പോലും അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആവുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ മരുന്നൊക്കെ എടുത്ത് ബോഡി പ്രിപ്പയർ ചെയ്ത് മെൻ്റലി കൂടെ പ്രിപ്പയർ ചെയ്ത് ആ ഒരു പീരീഡിലൂടെ പോകാൻ, ഹെൽത്തി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുക. കാര്യം അത് കഴിഞ്ഞിട്ടും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടെ വരാറുണ്ട് അല്ലേ. പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, ഇതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ വീട്ടിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ. അത് കഴിഞ്ഞിട്ടും ഈ സ്ട്രെസ്സും കാര്യങ്ങളും നോട്ട് ചെയ്യാതെ പോകും. നമുക്ക് കെമിക്കൽ ഇംബാലൻസസ് ഉണ്ടാകുന്നതാണ്. സോ എടുക്കേണ്ട ഹെൽപ്പ് എടുക്കേണ്ട പോലെ എടുക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ഇറ്റ്, ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.